Welcome, dear students. We were discussing our second chapter from trade to territory. In the last class, we have seen the Battle of Plassey, the Battle of Buxar. And then, after the death of മിർജാഫറിൻ്റെ മരണത്തോടു കൂടി തന്നെ കമ്പനി ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി നവാബുമാരായിട്ട് നിയമിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ആയിരിക്കില്ല, മറിച്ച് അത് ബ്രിട്ടനിൽ നിന്നുള്ള ആളുകളെ ആയിരിക്കും. അവിടെയായിരുന്നു നാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കൺക്ലൂഡ് ചെയ്തത്. So here listen, company officials become nabobs. ഇവിടെ ആരാണ് nabobs ആയി മാറുന്നത്? After the battle of Plassey, the actual nabobs of Bengal were forced to give land and vast sums of money as personal gifts to company officials. After the battle of Plassey, the nabobs of Bengal or actual nabobs of Bengal, they were forced to give land and vast sums of money to company officials. Robert Clive himself amassed a fortune in India. He had come to Madras from England in 1743 at the age of 18. When in 1767 he left India, his Indian fortune was worth 4,102 pounds. 4,102 pounds. 4 ലക്ഷത്തിലധികം വരുന്ന പൗണ്ടിന്റെ സമ്പാദ്യവുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് ബ്രിട്ടനിലേക്ക് പോകുന്നത്. Interestingly, when he was appointed governor of Bengal in 1764, he was asked to remove corruption in company administration, but he was himself cross-examined in 1772 by the British Parliament, which was suspicious of his vast wealth. പക്ഷേ 1764 അദ്ദേഹത്തെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെ കറപ്ഷനെതിരെയൊക്കെയുള്ള ആക്ഷൻ എടുക്കാനൊക്കെയായിരുന്നു. എന്നാൽ തിരിച്ച് അദ്ദേഹം ബ്രിട്ടനിൽ ചെന്ന് കോടതിയിൽ കയറേണ്ടതായിട്ട് തന്നെ വരുന്നു. ഇത്രയും അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്വത്ത് എവിടുന്ന് വന്നു എന്നുള്ളത് ബോധിപ്പിക്കാൻ. Although he was acquitted, he committed suicide in 1774. പക്ഷേ at last he committed suicide. However, not all company officials succeeded in making money like Clive. Many died an early death in India due to disease and war, and it would not be right to regard all of them as corrupt and dishonest. എല്ലാവരും കറപ്റ്റ് ആണെന്നും ഡിസോണസ്റ്റ് ആണെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ പല കാരണങ്ങൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ടും അതുപോലെ ചില വാറിലും ഒക്കെ പങ്കെടുത്തും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. Many of them came from humble backgrounds and their uppermost desire was to earn enough in India, return to Britain and lead a comfortable life. ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം സമ്പാദ്യം ഒക്കെ സ്വന്തമാക്കി നാട്ടിൽ പോയി ബ്രിട്ടനിൽ ചെന്ന് ഒരു കംഫർട്ടബിൾ ലൈഫ് ആഗ്രഹിച്ചു വന്നവരായിരുന്നു പലരും. Those who managed to return with wealth led flashy lives and flaunted their riches. They were called nabobs. ഇങ്ങനെ ഇന്ത്യയിൽ വന്ന് നവാബുമാരായിട്ട് പ്രവർത്തിച്ച് സമ്പാദ്യമൊക്കെ നേടി അവരുടെ ബ്രിട്ടനിൽ ചെന്ന് ലാവിഷായിട്ട് നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരെ അവർ വിളിച്ചിരുന്നത് നബോബ്സ് എന്നായിരുന്നു. ആൻ ആംഗ്ലൈസ്ഡ് വേർഷൻ ഓഫ് ഇന്ത്യൻ വേർഡ് നവാബ്. ഇന്ത്യയിലെ നവാബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ, ദാറ്റ് ഈസ് നബോബ്സ്. ഇവിടെ വന്ന് നവാബുമാരായിട്ടും ബ്രിട്ടീഷ് ഓഫീഷ്യൽസും ഒക്കെ ആയിട്ടും ഇരുന്ന് സമ്പാദ്യം ഒക്കെ സ്വന്തമാക്കി, ധാരാളം സ്വത്തൊക്കെ സ്വന്തമാക്കി സ്വന്തം നാട്ടിൽ പോയി അവിടെ ചെന്ന് നല്ല രീതിയിൽ സമ്പത്തുള്ളവരായിട്ട് ജീവിക്കുന്നവരെ നബോബ്സ് എന്നായിരുന്നു അവർ ഇംഗ്ലീഷുകാർ വിളിച്ചിരുന്നത്. ദാറ്റ് ഈസ് ആൻ ആംഗ്ലൈസ്ഡ് വേർഷൻ ഓഫ് ഇന്ത്യൻ വേർഡ് നവാബ്. They were often seen as upstarts and social climbers in British society and were ridiculed or made fun of in plays and cartoons. ഇത്തരത്തിൽ സമ്പാദ്യമൊക്കെ വാങ്ങി അല്ല സമ്പാദ്യമൊക്കെ നേടി ബ്രിട്ടനിൽ വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നവരെ പലപ്പോഴും ബ്രിട്ടീഷുകാർ അവരെ അവിടുത്തെ അപ്പർ ക്ലാസ് ആയിട്ട് കണ്ടിരുന്നില്ല. അവരെ പലപ്പോഴും ഒരു സൊസൈറ്റിയിൽ ഉയർന്നു വരുന്ന ഒരു സമൂഹമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും they were ridiculed or made fun of in plays and cartoons. പലപ്പോഴും അവരൊക്കെ പല കാർട്ടൂണുകളിലൂടെയൊക്കെ വളരെയധികം പരിഹാസത്തിനും വിധേയരായിട്ടുണ്ട്. Company rule expands. If we analyze the process of annexation of Indian states by
The East India Company from 1757 to 1857, certain key aspects emerged. Listen. Company rarely launched a direct military attack on an unknown territory. Instead, it used a variety of political, economic, and diplomatic methods to extend its influence before annexing an Indian kingdom. ഒരിക്കലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിലൂടെ ആയിരുന്നില്ല പലപ്പോഴും പല ടെറിട്ടറിയും കമ്പനി സ്വന്തമാക്കിയിരുന്നത്. അവർ അതിന് പകരമായിട്ട് പല പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല മെത്തേഡ്സും ഉപയോഗിച്ചായിരുന്നു പല കിങ്ഡംസിനെയും അവർ സ്വന്തമാക്കിയിരുന്നത്. After the Battle of Buxar, the company appointed residents in Indian states. They were political or commercial agents and their job was to serve and further the interest of the company. After the Battle of Buxar, company appointed residents in Indian states. They were they were political or commercial agents and their job was to serve and further the interest of the company. കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. Through the residents, the company officials began interfering in the internal affairs of Indian states. Through the residents, the company officials began interfering in the internal affairs of Indian states. They tried to decide who was to be the successor to the throne and who was to be appointed in administrative posts. Sometimes the company forced the states into a subsidiary alliance. According to the terms of this alliance, Indian rulers were not allowed to have their independent armed forces. അങ്ങനെ ഈ റെസിഡൻസിലൂടെ the company officials began interfering in the internal affairs of the states. കമ്പനി നമ്മളുടെ പല സ്റ്റേറ്റുകളുടെയും ഇന്റേണൽ അഫയേഴ്സിലുമൊക്കെ ഇടപെടാൻ തുടങ്ങി. They tried to decide who was to be the successor to the throne and who was to be appointed in administrative posts. കൂടാതെ the company forced the state into a subsidiary alliance. ഒരു സബ്സിഡിയറി അലയൻസും അവർ കൊണ്ടുവന്നു. According to this alliance, എന്തായിരുന്നു? Indian rulers were not allowed to have their independent armed forces. Indian rulers were not allowed to have their independent armed forces. They were to be protected by the company but had to pay for the subsidiary forces that the company was supposed to maintain for the purpose of this protection. ഈ ഒരു ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് ഓരോ ടെറിട്ടറിയും ഒരു തുകയും നൽകണം. If the Indian rulers failed to make the payment, then part of their territory was taken away as penalty. ഏതെങ്കിലും ഒരു റൂളർ ഇത്തരത്തിൽ ഈ ഒരു പേയ്മെന്റ് മുടക്കിയാൽ അവരുടെ ടെറിട്ടറി തന്നെ പെനാൽറ്റി ആയിട്ട് കമ്പനിക്ക് നൽകുകയും വേണം. ഫോർ എക്സാമ്പിൾ, when Richard Wellesley was Governor General, the Nawab of Awadh was forced to give over half of his territory to the company in 1801 as he failed to pay for the subsidiary forces. Hyderabad was also forced to cede territories on similar grounds. ഹൈദരാബാദ്, അവാദ് ഇവിടെയൊക്കെയുള്ള റൂളേഴ്സിനും ഇത്തരത്തിൽ അവരുടെ ടെറിട്ടറീസ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടതായിട്ട് വന്നു. 1-2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് കൺക്ലൂഡ് ദിസ് സെഷൻ. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കമ്പനി ഒഫീഷ്യൽസ് ബിക്കം നബോബ്സ് ആരായിരുന്നു? ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് നേടി ബ്രിട്ടനിൽ ചെന്ന് റിച്ച് ജീവിതം നയിച്ചവർ. ദെൻ കമ്പനി റൂൾ എക്സ്പാൻസ്. ഡയറക്റ്റ് മിലിറ്ററി അറ്റാക്കിലേക്കാൾ ഉപരി പൊളിറ്റിക്കൽ, എക്കണോമിക്, ഡിപ്ലോമാറ്റിക് മെത്തേഡ്സിലൂടെ ഓരോ കിങ്ഡത്തിലും ബ്രിട്ടീഷുകാർ സ്വാധീനം നേടി. കൂടാതെ ഒരു സബ്സിഡിയറി അലയൻസ് അവർ നടപ്പിലാക്കി. According to the terms of this alliance, Indian rulers were not allowed to have their independent armed forces. Subsidiary alliance. This is your homework. Explain the system of subsidiary alliance. Thank you.